നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദേമേ, ഇവളെ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതിനിടയിലും ഇവരെ കൂടി അതിനിവിടെ പറ്റില്ല. അമ്മേ, ഇവരെ നാളെ തന്നെ ഈ വീട്ടിൽ നിറക്കി വരണം. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല. അരുൺ, അരുൺ, അരുൺ നിൽക്കാൻ. അമ്മേ, അരുണോട് നിൽക്കാൻ പറ. ഒരു തീരുമാനം ഉണ്ടാക്ക്. ശ്യാമേ, അമൃതേർത്തി, നിങ്ങളെങ്കിലും പറ ഒരു തീരുമാനം ഉണ്ടാക്കാൻ. മോള് ടെൻഷൻ ആവാതെ ഒന്നും ഇവിടെ കൊണ്ട് തീരില്ല. ഇതൊരു തുടക്കം മാത്രം. നീ നോക്കിക്കോ, അരുണിനെയും ഇവിടെ അവന് ഒത്താശ ചെയ്യുന്ന എല്ലാവരെയും ഞാൻ മൂക്ക് കൊണ്ട് ഇഞ്ഞ എഴുതിപ്പിക്കും. ഈ സുരഭി മേനോനാ പറയുന്നത്. ഇതുപോലെ രഹസ്യ ഭാര്യയും കുഞ്ഞുള്ള ഒരുത്തനാ നീ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ മോളെ എവിടേക്ക് പറഞ്ഞയക്കില്ലായിരുന്നു. ഇവിടെ വെച്ച്, എന്റെ മുമ്പിൽ വെച്ച് ഇനി അശ്വതിയെ കാണില്ല എന്ന് ഇവ സത്യം ചെയ്യണം. ഏട്ടാ പോട്ടെ, ഐശ്വര്യയുടെ അമ്മ പറഞ്ഞൊന്നും കാര്യാക്കണ്ട. അവരുടെ സ്വഭാവം അങ്ങനെയാ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഐശ്വര്യയെ കൊണ്ടേ ഞാൻ സഹിച്ചു മടുത്തു. ഇപ്പൊ അതിനേക്കാൾ വലിയ ശല്യ ഈ പുതിയ അവതാരം. വെറുതെ ഈ രണ്ട് കുരിശും കൂടി എന്റെ തലയിലാണല്ലോ വന്ന് കയറുന്നത്. ഈ അമ്മയുടെ വയറ്റിലല്ലേ ആ മകളും പിറന്നത്. പിന്നെ ഐശ്വര്യ തെറ്റ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓ, ഇതെല്ലാം കൂടി സഹിക്കാൻ എന്തൊരു ജന്മം എന്റേത്. അരുൺ, സമാധാനിക്ക്, എല്ലാം ശരിയാവും. അമൃതടുത്ത് എന്തായി പറയുന്നത്? എവിടുന്ന് ശരിയാവാൻ? അമ്മയും നേരെയാവില്ല, മോളും നേരെയാവില്ല. ഇവിടെ ഉള്ള സമാധാനം കൂടി കളയാനാ മോളുടെ പേരും പറഞ്ഞ് അവരും കൂടി എഴുന്നള്ളിയിരിക്കുന്നത്. ഏട്ടാ, ഞങ്ങള് ഐശ്വര്യയുടെ അമ്മയുടെ ഒരു കാര്യം പറയാനാ വന്നത്. അയ്യോ, അവരുടെ കാര്യം എനിക്ക് കേൾക്കണ്ട. ഞാൻ മടുത്തു. ഏട്ടാ, അതല്ല, ഐശ്വര്യയുടെ അമ്മയും തമ്മിലുള്ള സംസാരം ഞാൻ കേട്ടു. അവരുടെ ഇവിടേക്കുള്ള വരവിലും ഈ കാണിക്കുന്ന ആഡംബരങ്ങളിലൊക്കെ എന്തോ പ്രശ്നമുണ്ട്. പ്രശ്നോ? എന്ത് പ്രശ്നം? ഐശ്വര്യത്തെ നമ്മുടെ കമ്പനിയുടെ ക്യാഷ് തിരിമറി നടത്തിയിട്ടുണ്ടോ എന്ന് എന്റെ സംശയം. അതെ, ഇടയ്ക്ക് ഐശ്വര്യ വൈസ് ചെയർപേഴ്സൺ ആയിരുന്നപ്പോ കമ്പനിയിൽ കുറെ ക്യാഷിന്റെ ഇഷ്യൂസ് ഉണ്ടായില്ലേ? അതെല്ലാം അടിച്ചു മാറ്റി ഐശ്വര്യ അമ്മയ്ക്ക് കൊടുത്തോന്നൊരു സംശയമുണ്ട്. സത്യത്തിൽ ഐശ്വര്യയുടെ അല്ല പ്രശ്നം, അവരുടെ അമ്മയാ. അവരെ നിർബന്ധിച്ച് ഐശ്വര്യത്തെ കൊണ്ട് ഓരോന്നും ചെയ്യിപ്പിക്കുന്നതാണെന്നാ എന്റെ സംശയം. എന്തായാലും അരുൺ, അത് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. ഈ അമ്മയുടെ പിടിവിട്ട ഐശ്വര്യത്തെ അരുണേടിനെ സ്നേഹിച്ച് സമാധാനമായിട്ട് കഴിയുമെന്നാ എനിക്ക് തോന്നുന്നത്. ആ ഒരു പ്രതീക്ഷ എനിക്ക് എന്തായാലും ഇല്ല ശ്യാമേ. ഏട്ടാ, അങ്ങനെ ചിന്തിക്കാതെ. ക്രമേണ ഒക്കെ നേരെയാവും. ഐശ്വര്യത്തെ അരുണേന്റെ കുഞ്ഞിനെ കൂടി പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും മാറ്റം വരും. പിന്നെ കുടുംബം, കുഞ്ഞ്, അതിന്റെ കളിച്ചിരി, തമാശ, ഐശ്വര്യത്തെ മൊത്തത്തിൽ ചേഞ്ച് ആവും ഏട്ടാ. എന്തായാലും അരുൺ, ഐശ്വര്യയുടെ അമ്മ ഇവിടെ എന്ത് ഉടായ്പാണ് കാണിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. അത് വേണം. ഇനി എന്തെങ്കിലും സൂചന കിട്ടിയാ എന്നോട് പറയും. അവരെ പൊളിച്ചെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഈ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്ന എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. ഐശ്വര്യ, നിന്റെ അമ്മയോട് കൊണ്ട് മാറി നിൽക്കാൻ പറയും. മമ്മി ഒന്ന് മാറി നിൽക്കേ. ആ പെട്ടി ഒന്ന് തുറന്നോട്ടെ.
എന്റെ മമ്മി സ്വന്തം മോക്ക് കൊണ്ടുവന്ന ഐറ്റംസ് കണ്ട് എല്ലാവരുടെയും കണ്ണ് മഞ്ഞളിക്കട്ടെ. ശ്യാമയുടെ അച്ഛനും അമ്മയും ഗർഭിണിയായ മോൾക്ക് കൊണ്ടുകൊടുത്ത സാധനങ്ങള് നമ്മളെല്ലാരും കണ്ടതല്ലേ. ഈ ഫോറിൻ ഐറ്റംസ് കണ്ട് ശ്യാമയുടെ കണ്ണ് തള്ളട്ടെ. ഇങ്ങോട്ട് മാറി നിൽക്കും മമ്മി. ഈ പെട്ടികളെല്ലാം ഇവിടെ കൊണ്ടുവച്ചിട്ട് എത്ര നാളായി? അരുൺ പറഞ്ഞ പോലെ വല്ല ബോംബോ മറ്റോ ആണെങ്കിലോ? എന്തായാലും പെട്ടി ഉറക്ക്, അറിയാലോ. ഞാൻ പറഞ്ഞില്ലേ, മോൾക്കുള്ള റിച്ചായ ഫുഡ് ഐറ്റംസ്, കോസ്മെറ്റിക്സ്, വില കൂടിയ ഡ്രസ്സുകള്, ജനിക്കാൻ പോകുന്ന കുഞ്ഞിനുള്ള ടോയ്സ്, അങ്ങനെ പല ഐറ്റംസുവാ ഈ പെട്ടിയില്. ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ കേടാവും. തുറന്ന് പുറത്തെടുത്ത് വെക്ക്. ഇതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സും നട്സുവാ, അപ്പൊ പ്രശ്നമില്ല. എന്ത് പറഞ്ഞാലും ഈ പെട്ടി തുറന്ന് ഞങ്ങൾക്ക് കാണണം. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. മമ്മി നിർബന്ധം വേണ്ട, പെട്ടി തുറന്നങ്ങ് കാണിക്ക്. ഞാൻ തുറക്കില്ല. അല്ല, അത് പറ്റില്ല. പെട്ടികളൊക്കെ തുറന്നേ പറ്റുള്ളൂ. ഇതിനുള്ളിൽ ഇല്ല, പറ്റില്ല. തുറക്കാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. എവിടെ എനിക്ക് അപ്പൊ എന്തോ പ്രശ്നമുണ്ടല്ലോ. പെട്ടികൾ തുറന്നു നോക്കണം. ഇല്ല, ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞതെല്ലാം കറക്റ്റാ. എനിക്ക് തുറന്നു നോക്ക്. അതിന് തടയുന്ന എന്തിനാ? ഇത് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നും അല്ലല്ലോ. ഈ പെട്ടിയുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ നീ ആരാ? മമ്മി അരുണേ, പെട്ടി തുറക്ക്. ശരി അമ്മേ. അല്ല, ഇതിന്റെ ചാവി? ദേ ചാവി. ചാവി എന്തേ കാണിക്കുന്നേ? എന്റെ പെട്ടിയുടെ ചാവി എടുക്കാൻ നീ ആരടി? ചാവി തരാൻ നിങ്ങൾ എന്തിനാ ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നേ? ഒന്നും ഞാൻ പെട്ടി തുറക്കില്ല. ഏട്ടാ, പിടിച്ചോ. അയ്യോ, പോയി. അയ്യോ, തടാ, തടാ, എന്റെ പെട്ടിയുടെ ചാവി തരാൻ. എന്താണെന്ന് എല്ലാവരും ഒന്ന് കാണട്ടെ. എടാ, ഇങ്ങോട്ട് തടാ ചാവി. എന്താ ഇത്? മമ്മി ഇതെന്താ ഈ കാണിക്കുന്നെ? മമ്മി എന്തിനാ ബഹളം വെക്കുന്നേ? പെട്ടി ഒന്ന് തുറക്കട്ടെ. മമ്മി എനിക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റംസ് എല്ലാവരും കാണട്ടെ, കണ്ണ് നിറയട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.